ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ റെസിപ്പിയാണ്. ഇനി പൈനാപ്പിൾ ഇഷ്ടമില്ലാത്തവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ കാശ്മീരി മുളകും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. മറ്റേ നമ്മൾ സാധാ വറ്റൽ മുളകാകുമ്പോൾ നല്ല എരിവുണ്ടാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചതച്ചെടുക്കാനേ. ഇനി ഒരു ബൗളിൽ കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കുക കേട്ടോ, നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതേപോലെ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാനേ. പൈനാപ്പിൾ ബൗളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ചിട്ടുള്ള ആ മുളകല്ലൊക്കെ ഇല്ലേ, അതെല്ലാം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാൻ വേണ്ടതിന് മുമ്പായിട്ട് ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ടൊമാറ്റോ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിത് ഈ ഒരു ബൗളിൽ ലിഡുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് എല്ലാ പൈനാപ്പിളിലും ഒരേപോലെ മസാല എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതാ നമ്മുടെ പൈനാപ്പിൾ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പുളിപ്പ് വേണമെങ്കിൽ കുറച്ചതിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ചും കൂടി വിനാഗിരി ചേർത്തപ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയിപ്പം പൈനാപ്പിൾ ഇഷ്ടമില്ലാത്തവർക്കും എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും കേട്ടോ. ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക.